എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിൽ നടന്ന ഭീകരാക്രമണം ഒരു തീവ്രവാദി ആക്രമണമാണെന്ന് സർക്കാർ ഒഫീഷ്യലി കൺഫേം ചെയ്തത്. അതായത് പാകിസ്ഥാൻ സ്പോൺസേർഡായ ഒരു തീവ്രവാദി ആക്രമണമാണ് ഡൽഹിയിൽ നടന്നതെന്നാണ് ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളൊക്കെ പറയുന്നത് വലിയ രീതിയിൽ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ 2 ഉടൻ തുടങ്ങുമെന്നാണ്. അപ്പോൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പറയുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് പെഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് അവസാനിപ്പിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മളിത് അവസാനിപ്പിക്കുകയില്ല, താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്, ഏത് നിമിഷം ഇത് തുടങ്ങിയേക്കാമെന്ന്. അതായത് ഇനിയൊരു ഭീകരാക്രമണം ഇന്ത്യയിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ 2 നമ്മൾ തുടങ്ങും. അതായത് നമ്മളിനി ചർച്ചയില്ല, നേരിട്ട് കയറി അറ്റാക്ക് ചെയ്യും എന്നുള്ള ഒരു ക്ലിയർ മെസ്സേജ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ. അതായത് പാകിസ്ഥാൻ സ്പോൺസേഡ് ഭീകരാക്രമണമാണ് ഇവിടെ നടന്നത്. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് 2-3 ദിവസമായി ഭീകരാക്രമണം നടന്നിട്ട് അപ്പോൾ ഇതുമായിലേക്ക് ലീഡ്, അതായത് പാകിസ്ഥാനിലേക്ക് ലീഡ് ഇന്ത്യക്ക് ആവശ്യമായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു ഇത് കിട്ടിയ കൊണ്ട് തന്നെയാണ് സർക്കാർ ഒഫീഷ്യലി കൺഫേം ചെയ്യുന്നത് ഇത് തീവ്രവാദി ആക്രമണമാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ പങ്ക് വ്യക്തമായി തെളിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ ഇത് ഓപ്പറേഷൻ സിന്ദൂർ 2 ആരംഭിക്കും എന്നാണ് അന്ന് സർക്കാർ പറഞ്ഞത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലൊക്കെ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ യുദ്ധവിമാനം പ്രത്യക്ഷപ്പെട്ടു. ഏകദേശം 2ഓളം യുദ്ധവിമാനങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഒരുപാട് സൈനികരും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളൊക്കെ ഈ പാകിസ്ഥാനിലെ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള അറ്റാക്ക് ഇവിടെ ഉടൻ ഉണ്ടാകുമെന്നാണ് പാകിസ്ഥാൻ പോലും പറയുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോഴും റെഡ് അലേർട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പറയാം, നമ്മൾ പാകിസ്ഥാനിലോട്ട് വന്നേ, അതായത് ടർക്കിഷ് വിമാനം ഇന്ത്യ അടിച്ചിട്ടു, അതായത് അർമേനിയയുടെ സഹായത്തോടുകൂടി ഇന്ത്യ അടിച്ചിട്ടു എന്നുള്ളൊരു വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഇതൊക്കെ കൂട്ടി വായിക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2 ഉടൻ തുടങ്ങും എന്ന് തന്നെയാണ് റിപ്പോർട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ്, ഏത് കോണ്ടെക്സ്റ്റിലാണ് ഈ ഇസ്രയേൽ സൈനികർ ഈ ബംഗ്ലാദേശ് അതിർത്തിയിൽ, അത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യൻ മണ്ണിൽ വന്നത് പറന്നിറങ്ങിയെന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അത് ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ സമയത്ത് തുടങ്ങുന്നതിന് മുന്നേ ഒരാഴ്ച മുന്നേ തന്നെ ഇസ്രയേലി സൈനികർ കാശ്മീരിൽ ഈ POKയുടെ ബോർഡറിൽ ഇപ്പോൾ കാശ്മീരിലൊക്കെ വന്നിരുന്നു. അപ്പോൾ എന്തിനാണ് വന്നത്? അതിപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. സമാന സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. പക്ഷേ അന്ന് കാശ്മീരിൽ പാകിസ്ഥാൻ ബോർഡറിലാണ് വന്നതെങ്കിൽ ഇന്ന് വന്നത് ബംഗ്ലാദേശ് ബോർഡറിലാണ്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ 2 പാകിസ്ഥാനിൽ നടത്താൻ പോകുന്നത് ഇവിടെയാണ് നടത്താൻ പോകുന്നത്, ബംഗ്ലാദേശിലാണ് നടത്താൻ പോകുന്നത്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ ആദ്യത്തെ ഒന്നിലെന്താ സംഭവിച്ചത്, അതായത് നമ്മൾ പ്രിസിഷൻ അറ്റാക്ക് ക്യാരി ഔട്ട് ചെയ്തു. അതായത് ലഷ്കറിൻ്റെയും ജയ്ഷയുടെയും ഇവിടെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സിൽ കയറി നമ്മൾ ബോംബ് പൊട്ടിച്ചു. കൂടാതെ ഇവർ അണവോർജ്ജം സൂക്ഷിച്ച് കിരാന ഹിൽസിൽ കയറി ബ്രഹ്മോസും പൊട്ടിച്ചു. നമ്മൾ 2 ബ്രഹ്മോസ് അവിടെ പൊട്ടിച്ച്. അപ്പോൾ അത്തരത്തിലെ സാഹചര്യം അന്ന് മാക്സിമം ഡിസ്ട്രക്ഷൻ പാകിസ്ഥാൻ ഉണ്ടാക്കി കൊടുത്തു. പ്രത്യേകിച്ച് ഈ തീവ്രവാദ ജയ്ഷയുടെയും ലഷ്കറിൻ്റെയൊക്കെ അവരുടെ ഭീകര കേന്ദ്രത്തിൽ തന്നെ പൊട്ടിച്ചു. നമ്മുടെ മസൂദ് അസറിൻ്റെ കുടുംബാംഗങ്ങൾ ഏകദേശം 10ഓളം പേര് ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ ഇനി അതിനുശേഷം ഈ ലഷ്കറിലും ജയ്ഷയിലും അവർ പുതിയൊരു സ്ട്രാറ്റജി കൊണ്ടുവന്നിരുന്നു. അവർ ബംഗ്ലാദേശിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മുഹമ്മദ് യൂനിസ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ലഷ്കറിലും ജയ്ഷയിലും അവർ വലിയ രീതിയിൽ അവരിപ്പോൾ തമ്പടിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെയാണ്, ബംഗ്ലാദേശിലാണ്. അപ്പോൾ ഇപ്പോൾ ഡൽഹിയിൽ നടന്ന ഓപ്പറേഷൻസും, അതായത് ഈ തീവ്രവാദി ആക്രമണവും അതിൻ്റെ ഫുൾ എല്ലാ തരത്തിലെ സഹായ സഹകരണങ്ങൾ ലഭിച്ചതും, അതായത് എല്ലാം വേണ്ട ഓൺലൈനിലെ കാര്യങ്ങളും എല്ലാം അവർക്ക് ഹെൽപ്പ് ലഭിച്ചത് ഈ ബംഗ്ലാദേശിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിലായിരിക്കും ഓപ്പറേഷൻ സിന്ദൂർ 2 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ള വലിയ വാർത്ത തന്നെയാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളൊക്കെ പറയുന്നത്. അത് പറയുന്നത് വെച്ചാൽ ഈ ഇസ്രയേലി സൈനികർ എന്തുകൊണ്ട് വന്നത് ഇപ്പോഴും അത് ചോദ്യചിഹ്നമാണ് കേട്ടോ. ഈ ഓപ്പറേഷൻ സിന്ദൂർ ആദ്യത്തെ സമയത്തും ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ, ഇന്ത്യൻ ലാൻഡിൽ ഈ ഇസ്രയേലി സൈനികർ വന്നിട്ടുണ്ടായിരുന്നു. അതേമാതിരി തന്നെ ഈ ബംഗ്ലാദേശ് ബോർഡറിൽ വന്നിട്ടുണ്ട്, അത് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിൽ. അപ്പോൾ അവർ ഉറപ്പിച്ച് പറയുന്നു ഇത്തവണത്തെ ഓപ്പറേഷൻ സിന്ദൂർ 2 ഉണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നത് ബംഗ്ലാദേശിലായിരിക്കും. ബംഗ്ലാദേശിലെ ലഷ്കറിനും ജയ്ഷയ്ക്കും ഇവർക്ക് എല്ലാവർക്കും സകലമാന തീവ്രവാദികൾക്കും ഇപ്പം യൂനിസ് വന്നതിന് ശേഷം IS വരെ അവിടെ വലിയ രീതിയിലുള്ള ട്രെയിനിങ് സെൻറ്റർ ഉണ്ടെന്നുള്ള സുപ്രധാനപ്പെട്ട വിവരം ഹമാസിനടക്കം അവിടെ ഇതുണ്ട്. അപ്പോൾ ഈ ഹമാസിൻ്റെ ഓപ്പറേഷൻസും ഇപ്പം ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി കൂട്ടി വായിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള, അതായത് ഹമാസിനെ തീർക്കാൻ വേണ്ടിയിട്ട് ലോകത്ത് എവിടെ പോയി വിളിച്ചാലും ഒരു ഹമാസിൻ്റെ ആളുണ്ടെങ്കിൽ തീർക്കുമെന്ന് ഒരു അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഇസ്രായേൽ പറഞ്ഞതാണ് മുമ്പ്. ഈ അടുത്ത കാലത്ത് തന്നെ ന്യൂയോർക്ക് മേയറായിട്ട് നമ്മുടെ സോറൻ മംദാനി വന്നപ്പോൾ പോലും അയാൾക്ക് വേണ്ട കാശും എല്ലാം പൊട്ടിച്ചത് ഈ ഹമാസിൻ്റെ ആൾക്കാരാണ് എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ സോഷ്യൽ മീഡിയയ്ക്ക് വ്യാപകമായി പ്രചരിച്ചെന്താണെന്നറിയോ, അതായത് ഇനി ഒരു കാര്യം ചെയ്തോ, ഈ ഹമാസിനാണ് നിങ്ങൾ ഈ ചാവി കൊടുത്തിരിക്കുന്നത്, ന്യൂയോർക്കിൻ്റെ ചാവി കൊടുത്തിരിക്കുന്നത്, ഇനി ബാക്കിയുള്ള ആൾക്കാർക്ക് അവിടെ നിന്ന് സ്ഥലം വിട്ടോ എന്നുള്ളൊരു വലിയ മെസ്സേജാണ് അവരുടെ സോഷ്യൽ മീഡിയയിലേക്ക് അന്ന് മംദാനി ജയിച്ച് അന്ന് ഇസ്രായേലിലെ സോഷ്യൽ മീഡിയയിൽ മൊത്തം പ്രചരിപ്പിച്ചേ. അത് സത്യമായിരിക്കും, ചുമ്മാ അവർ കയറി ഒരു കാര്യങ്ങൾ പറയില്ല. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുകയാണെങ്കിൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ 2ൻ്റെ സമയത്തും ചിലപ്പം ഇസ്രായേലും ഇതിൻ്റെ ഭാഗമാകാം. മുമ്പ് നമ്മുടെ സമയത്ത് ഓപ്പറേഷൻ സിന്ദൂർ 1 നടക്കുന്ന സമയത്ത് ഇസ്രായേൽ സൈനികർ വന്നില്ലേ, അപ്പോൾ ഏതൊക്കെ തരത്തിൽ ഇവർ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അത്രയും പ്രിസിഷൻ അറ്റാക്കാണ് ഇന്ത്യ ക്യാരി ഔട്ട് ചെയ്തത്. അത് ലോകരാജ്യങ്ങൾ അത്ഭുതപ്പെട്ടു ഇന്ത്യയുടെ അറ്റാക്കിങ് ആ ഒരു സ്റ്റൈൽ കണ്ടിട്ട്. അതായത് ഇത്ര നാൾ
നാളും ഇന്ത്യ ഒരു സാധാരണക്കാരുടെ രാജ്യമാണെന്ന് വിചാരിച്ചത്. പക്ഷേ ലോക രാജ്യങ്ങൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ സമയത്ത് നമ്മൾ പാകിസ്ഥാൻ്റെ F-16 ചൈനയുടെ JF-17 അടിച്ചിട്ടത് കണ്ടില്ലേ? വെറും അരമണിക്കൂർ കൊണ്ട് 10 ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളാണ് അടിച്ചിട്ട്, 5 F-16 5 JF-17. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പോൾ അതൊക്കെ കൊണ്ട് ലോകരാജ്യങ്ങൾക്കും വലിയ മതിപ്പായി. അതെന്ന് വെച്ചാൽ വലിയ ഡാമേജ് ഉണ്ടാക്കി ഇവർക്ക്, അമേരിക്കക്കും ചൈനക്കൊക്കെ വലിയ രീതിയിൽ ഡാമേജ് ഉണ്ടാക്കി. എന്താ സംഭവിച്ചത്? അതായത് വെപ്പൺ മാർക്കറ്റിൽ ഇവരാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്പേസിലേക്ക് ഇന്ത്യൻ കാര്യം കളിക്കാൻ തുടങ്ങി, ഇന്ത്യ ഫോർവേഡ് കളിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ ഉണ്ടാകുന്നത്? ആൾക്കാരൊക്കെ ഇപ്പം തന്നെ എത്ര ആൾക്കാർ ബ്രഹ്മോസിന് വേണ്ടി എൻക്വയറി വന്നത്, അറബ് രാജ്യങ്ങൾ, ആഫ്രിക്കൻ കൺട്രീസ്, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ബ്രഹ്മോസിനും അഗ്നിക്കും ഇതിനൊക്കെ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ പുറത്തെടുക്കാൻ പോകുന്ന ആയുധങ്ങൾ ഡിഫറൻ്റ് ആയിരിക്കും. ഓപ്പറേഷൻ സിന്ദൂർ 1 കണ്ട ആയുധങ്ങളായിരിക്കില്ല. അപ്പോൾ പാകിസ്ഥാൻ ഇവരൊക്കെ എന്തായാലും സ്ട്രാറ്റജി സെറ്റ് ചെയ്യാമെന്നറിയാം. അവർക്ക് മനസ്സിലായി ഓപ്പറേഷൻ സിന്ദൂർ 1 സമയത്ത് ഇന്ത്യ എന്തൊക്കെ വെപ്പൺസ് ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെ. ഈ ഓപ്പറേഷൻ സിന്ദൂർ 2 ബംഗ്ലാദേശിലാണെങ്കിൽ വലിയ രീതിയിലുള്ള ഇതുവരെ ലോകം കാണാത്ത അമ്മാതിരി സാധനങ്ങളായിരിക്കും ഇന്ത്യ പൊട്ടിക്കുന്നത്. അതായത് ഇന്ത്യയിൽ മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും ഇവന്മാരെ തുണ്ടമാകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇസ്രയേലിന് ഒരു കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഹമാസിൻ്റെ ഒരു വലിയൊരു മൊഡ്യൂൾ ഇപ്പം ബംഗ്ലാദേശിൽ ശക്തി പ്രാപിക്കുന്നുണ്ട്. വ്യക്തമായ വിവരം ഇവർക്ക് കിട്ടിയാണ്. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തിട്ട് വലിയ രീതിയിലുള്ള ഈ മൊസാദിൻ്റെ കയ്യിലെ ഡീറ്റെയിൽസൊക്കെ ഇന്ത്യൻ ഏജൻസിന് കൊടുക്കുമായിരിക്കും. അതുപയോഗിച്ചിട്ട് മൊത്തം ഇവരെ തകർക്കാനുള്ള ഒരു പദ്ധതി ഇവർ രണ്ടാളും കൂടി ജോയിൻ്റ് ഓപ്പറേഷൻ ചിലപ്പോൾ സംഭവിച്ചാലും ആർക്കും തെറ്റു പറയാൻ പറ്റില്ല. അപ്പോൾ എന്തിനായാലും വലിയ രീതിയിലുള്ള ഒരു ഇത് തന്നെയാണ്, വലിയ സന്നാഹം തന്നെയാണ് അതിർത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഓപ്പറേഷൻ സിന്ദൂർ 1 സംഭവിച്ച അതേപോലെ സമാന സാഹചര്യം തന്നെയാണ്. അതായത് ഇസ്രയേൽ ഫൈറ്റർ ജെറ്റുകളൊക്കെ അവിടെ വന്നിറങ്ങുന്നു, അവിടെ എന്തൊക്കെയോ ചെയ്യുന്നു. എന്താണ് ചെയ്യുന്നത് ശരിക്കും ഇപ്പോഴും സൈന്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കും അതായത് കേന്ദ്ര സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുന്നവർ മാത്രമേ അറിയൂ. സമാന സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ഇപ്പോൾ അന്ന് പാകിസ്ഥാൻ ബോർഡറിലാണെങ്കിൽ ഇന്ന് ബംഗ്ലാദേശ് ബോർഡറിലാണ്. അപ്പോൾ എന്ത് തന്നെയാലും ഓപ്പറേഷൻ സിന്ദൂർ 2 നടത്തുന്നത് ബംഗ്ലാദേശിൽ തന്നെയായിരിക്കും. അതിലൊരു സംശയമില്ല. ഇപ്പോൾ അവരെ എല്ലാ തീവ്രവാദികളും അഭയകേന്ദ്രമായിട്ട് ഇവിടെ നിൽക്കുന്നത്. അതായത് നമ്മുടെ മസൂദ് അസറിൻ്റെ ഫാമിലി അടക്കം കൊന്നുകളഞ്ഞിരുന്നു. അപ്പോൾ അവിടെ പാകിസ്ഥാനിൽ ഒരു സ്ഥലത്തും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് തീവ്രവാദികൾക്ക്. അതായത് എവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ അജ്ഞാതം വരും, ഇല്ലെങ്കിൽ ഇന്ത്യയുടെ അറ്റാക്ക്. അപ്പോൾ ഇപ്പോൾ ബംഗ്ലാദേശിന് ഒരു അഭയമായി പ്രാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും അവിടെ ബംഗ്ലാദേശ് സൈന്യം ഏജൻ്റാണെന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇപ്പോഴും അവിടെ വലിയ രീതിയിലുള്ള ഈ അമേരിക്കൻ സൈന്യത്തിലൊക്കെ വർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരും എന്താ പറയുക വിരമിച്ചവരും ആയ ആൾക്കാർ പലരും ഇപ്പോഴും ബംഗ്ലാദേശിൽ ഇങ്ങനെ അമേരിക്കൻ സൈനികർക്ക് ഇഷ്ടക്കണക്കിന് കറങ്ങി നടക്കുന്നുണ്ട്. നമുക്കറിയാം ഈ അടുത്ത കാലത്ത് തന്നെ കഴിഞ്ഞ ഓഗസ്റ്റ് 31 ധാക്കയിലെ വെസ്റ്റേൺ ഹോട്ടലിൽ 808ാമത്തെ റൂമിൽ ടെറൻസ് ആർവൽ ജാക്സൺ എന്ന് പറയുന്ന അമേരിക്കൻ സൈന്യത്തിലെ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡറിൻ്റെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടില്ലേ? അപ്പോൾ അതിനുശേഷം ഇന്ത്യയിലൊരു അമേരിക്കൻ ഇതിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സൈനികൻ ജെയിംസ് വാട്സൺ എന്ന പേരുള്ള മറ്റൊരു സൈനികൻ പിടികൂടി. അപ്പോൾ വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഇന്ത്യയിലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി അമേരിക്ക അവർക്ക് ബംഗ്ലാദേശിന് ഇപ്പോൾ അതിനൊരു ലോഞ്ച് പാഡായിട്ട് മാറ്റിയിരിക്കുകയാണ്. കൂടാതെ അത് മാത്രമല്ല, ഈ തീവ്രവാദികളൊക്കെ എല്ലാത്തിനും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ട് ഇന്ത്യക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ വലിയ രീതിയിൽ സപ്പോർട്ടും ഈ തീവ്രവാദികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ സുരക്ഷിത താവളമായിട്ട് ബംഗ്ലാദേശിനെ അവർ കാണുന്നത്. അപ്പോൾ വലിയ രീതിയിൽ ഒരു സെക്യൂരിറ്റി ഫീൽ അവർക്കുണ്ട്. പാകിസ്ഥാൻ ഒരു ഇൻസെക്യൂരിറ്റി ഫീലാണ്. എവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അജ്ഞാതന്മാർ വരും, ഇല്ലെങ്കിൽ ഇന്ത്യക്കാരെ അടിക്കും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം നേടാൻ വേണ്ടി ഒരു സെക്യൂറായ സ്ഥലം, അത് അമേരിക്കയുടെ സൈനികരെ കൂടി ഒരു സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലമാണ് ബംഗ്ലാദേശ്. അപ്പോൾ അവിടെ കയറി ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാം കൂട്ടി വായിക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നത് ബംഗ്ലാദേശിൽ തന്നെ ആയിരിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇവിടെ ഇസ്രായേൽ സൈനികർ വന്നതും എല്ലാം കൂടി കൂട്ടി വായിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ഇത് നടക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തിനാലും ഇവന്മാരെ പുതിയ താവളത്തിൽ ഇന്ത്യ ഭയങ്കര ഡിസ്ട്രക്ഷൻ ആയിരിക്കും ഉണ്ടാകുക. ഓപ്പറേഷൻ സിന്ദൂർ 1 ഉണ്ടാക്കിയതിൻ്റെ 10 ഇരട്ടി ഡിസ്ട്രക്ഷൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്കതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.